ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഒരുപാട് ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ആ ഫോണ്ടുകൾ ഡയറക്റ്റ് നമ്മുടെ ഡിസൈൻ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് ജസ്റ്റ് ഫോണ്ട് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാറാണ് പല ഡിസൈനേഴ്സും ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഒരു ബിഗ് ഓർഗനൈസേഷൻസുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫോണ്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം കുറേ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പം അത്തരത്തിൽ ആ മാനേജിങ് സോഫ്റ്റ്വെയറുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫോണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാനും ആ ഫോണ്ടിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും മനസ്സിലാക്കാനും അതിൽ ഓരോ ഫോൺസുകളും എന്ത് ടൈപ്പ് ഓഫ് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, എന്ത് പ്രോജക്റ്റിന് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഫോണ്ടിന് ഈ ഉപയോഗിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ശതമാനം ഡിസൈനേഴ്സും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതൊക്കെ ഒരു വലിയ വലിയ ഓർഗനൈസേഷനുകളിൽ ചെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഇതുപോലെയുള്ള ഫോണ്ടുകളുടെ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകതയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ കിട്ടാൻ പറ്റുന്ന കുറച്ച് നല്ല ഫോണ്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണ്ടുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ മാത്രം ഇടുക, അതിൽ നിന്ന് നമുക്കൊരു ഫോണ്ട് ജസ്റ്റ് മാറ്റി കൊടുക്കുക, അതിൻ്റെ ഫോണ്ട് സൈസും അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റും മാറ്റുക എന്നുള്ളത് മാത്രമല്ല ഒരു ഫോണ്ടിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫോണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് അതിൻ്റെ ഓരോ സെക്ഷനുകളും അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങുകളും അതിൻ്റെ ഗ്ലൈബ്സ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഓരോന്നിനും പ്രത്യേകം മാനേജ് ചെയ്യാൻ കഴിയണം. അതൊക്കെ നമ്മൾ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ തന്നെ നിങ്ങൾക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. പല സോഫ്റ്റ്വെയറുകളും പെയ്ഡാണ്, പലതും ഫ്രീ ആയിട്ട് കുറച്ച് ഫ്രീ ട്രയൽ തരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം സോഫ്റ്റ്വെയറുകൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ നമുക്കത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന ഓരോ സോഫ്റ്റ്വെയറുകളും നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഫോണ്ടുകളെ ആ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടുകൂടി ഒന്ന് മാനേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുക, പെയ്ഡ് ആയിട്ടുള്ളത് ആവശ്യകതയാണെങ്കിൽ മാത്രം പെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ ഇനി ആദ്യം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ font.se എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ എല്ലാ വെബ്സൈറ്റുകളുടെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഡൗൺലോഡ് ഫോണ്ട് ബേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന് മാക് വെർഷനും വിൻഡോസ് വെർഷനും ലിനക്സ് വെർഷനും എല്ലാം അവൈലബിൾ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഫോണ്ടുകളെ നമ്മൾ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഓരോ സ്റ്റൈലുകളും മനസ്സിലാക്കുന്നത്, അത് കളക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഫോൾഡർ ബൈ ഫോൾഡറായിട്ട് സിസ്റ്റത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ താഴോട്ട് വന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എനിവേസ് ഇതിൻ്റെ സെറ്റപ്പ് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടണിലൂടെ മാക്കിന് വേണ്ടിയോ വിൻഡോസിന് വേണ്ടിയൊക്കെ ഉള്ളത് പ്രത്യേകം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. മാർക്കറ്റിൽ നല്ലതുപോലെ ഉപയോഗിച്ച് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഓക്കെ, അതുപോലെ മറ്റൊരു ടൂൾ പരിചയപ്പെടുത്താനുള്ളതാണ് റൈറ്റ് ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷേ ഇത് മാക്കിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മാക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫോണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതും നല്ല മാർക്കറ്റിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോണ്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരെണ്ണമാണ് ഫോണ്ട് എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. ഫോണ്ട് എക്സ്പ്ലോററും ഒരുപാട് കാലങ്ങളായിട്ട് മാർക്കറ്റിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് 30 days ഫ്രീ ട്രയലൊക്കെ അവർ തരുന്നുണ്ട്. എനിവേ ഇത് പ്രത്യേകം ഓർക്കുക, ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളല്ല. അത് നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് സാധാരണഗതിയിൽ ഒരു ലോക്കൽ ഡിസൈനിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഫോണ്ട് മാനേജ്മെൻറ്റിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. അവർ ജസ്റ്റ് ഏതെങ്കിലും ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അത് എടുത്ത് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഒരു ഹൈ ലെവൽ ചിന്താഗതി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹൈ ലെവൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു മാനേജ്മെൻറ്റ് രീതിയാണ് ഇതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ഒക്കെ നമ്മളിങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം ഡിസൈനേഴ്സ് എന്ന നിലയിൽ. ഓക്കെ മറ്റൊരു സോഫ്റ്റ്വെയർ നമുക്ക് പരിചയപ്പെടുത്താനുള്ളതാണ് ഇത് fontstand.com-നകത്തുള്ളത്. ഇതും നല്ല ഒരു പ്രൊഫഷണലി യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തന്നെ ഇവിടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. ഇതും നല്ല ഒരു ഫോണ്ട് മാനേജ്മെൻറ്റ് നമ്മുടെ മാർക്കറ്റിൽ യൂസ് ചെയ്ത് വരുന്ന നല്ല ഒരു ടൂളാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതേപോലെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നെക്സസ് ഫോണ്ട് എന്ന് പറയുന്നത്. നെക്സസ് ഫോണ്ടും വളരെ വർഷങ്ങളായിട്ട് ഫോണ്ട് മാനേജ്മെൻറ്റിന് യൂസ് ചെയ്ത് വരുന്ന നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ ഡൗൺലോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയറുകളും നല്ല നല്ല രീതിയിലുള്ള വലിയ കമ്പനികളിലായിട്ട് ഫോൺ മാനേജ്മെൻറ്റിന് യൂസ് ചെയ്ത് വരുന്നതാണ്. ഈ 5 സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വെർഷൻസിൽ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള വർക്കുകളെ നല്ല രീതിയിൽ ഒരു അലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഫോണ്ടുകൾക്ക് വേണ്ടിയിട്ട് ഫോണ്ടുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയറുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഡിസൈനേഴ്സ് എന്ന നിലയിൽ. ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.